UAP എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇന്ന് ഭീകരപ്രവർത്തനത്തിനായിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും ശക്തമായ നിയമമാണ് UAPA. ആ വകുപ്പ് അനുസരിച്ച് കേസെടുത്തോടുകൂടി ഇതൊരു ഭീകരപ്രവർത്തനമാണ് അല്ലെങ്കിൽ ഭീകരരാണ് ഇതിന്റെ പിന്നിൽ എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ പോലീസ് അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതൊരു ചാവേർ ആക്രമണമായിരുന്നു എന്നാണ് പറയുന്നത്. പൊട്ടിത്തെറിച്ച ഒരു കാറിലെ 3 യാത്രക്കാർ ഉണ്ടായിരുന്നു. അവര് ചാവേറുകളായിരിക്കാനാണ് സാധ്യത. സ്ഫോടനത്തിന് ചെങ്കോട്ട തിരഞ്ഞെടുത്തതിൽ നിന്നും ഇത് വ്യക്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ചെങ്കോട്ട. ഇത് നേരത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ രാജധാനിയായിരുന്നു. പിന്നീട് ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിമാര് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അധികാരത്തിന്റെ ഒരു കേന്ദ്രമാണ് എന്ന്. ചെങ്കോട്ടയിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന് ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടും, അതുപോലെ രാഷ്ട്രീയ ശ്രദ്ധ ഇതിലേക്ക് തിരിയും. ലോകം ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ചെയ്യും.